ഹായ്, WCNET മൈബോട്ട് എന്നുള്ള ആപ്ലിക്കേഷൻ ഡെമോ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡാഷ്ബോർഡിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊമോഷൻസ് കൊടുത്തതും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ കഴിയും. അതിൽ എത്രത്തോളം പെൻഡിങ് ഉണ്ട്, എന്തൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ഈ മാസം എത്ര മെസ്സേജസ് അയച്ചു, കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും. ഇതിൽ ലൈവ് ചാറ്റ്, അതുപോലെ തന്നെ CRM, അങ്ങനെ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. ലൈവ് ചാറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ വാട്സപ്പ് കണക്ട് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയും. ചാറ്റിങ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയും. അതുപോലെ തന്നെ നമുക്ക് ടെംപ്ലേറ്റ്സ്, കൊറോസൽ ടെംപ്ലേറ്റ്സ് കൊടുക്കാം, ഇൻട്രാക്റ്റീവ് ടെംപ്ലേറ്റ്സ് കൊടുക്കാം, പോള്, ടെക്സ്റ്റ്, ലിസ്റ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ കൊടുക്കാൻ പറ്റും. ഈവൻ നമുക്ക് ഓഡിയോ ഫയൽസ് കൊണ്ട് നമുക്ക് വാട്സപ്പിലൂടെ അയച്ചു കൊടുക്കാൻ കഴിയും. ഫയൽ മാനേജേഴ്സും ഉണ്ട്. നമ്മളിപ്പം വാട്സപ്പിലേക്ക് പോകുമ്പോൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, വാട്സപ്പ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ഇവിടെ ആഡ് അക്കൗണ്ട് എന്നുള്ള ബട്ടൺ കാണാൻ കഴിയും. ഇതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് QR കോഡ് സ്കാൻ ചെയ്തിട്ടോ അല്ലെങ്കിൽ പാരിങ് കോഡ് വെച്ചോ നമ്മുടെ വാട്സപ്പ് ഇതിലേക്ക് കണക്ട് ചെയ്യാം. കണക്ട് ചെയ്തതിന് ശേഷം നമുക്ക് നിങ്ങളിപ്പം ട്രാപ്പ് അക്കൗണ്ട് അല്ലെങ്കിൽ ട്രാപ്പ് CRM ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതിൻ്റെ ഈ ഒരു വാട്സപ്പ് കണക്റ്റിൽ പോയിട്ട് സ്റ്റാഫ് വോയിസ് ആണ്, സ്റ്റാഫ് വോയിസ് അല്ലെങ്കിൽ ഇവിടെ ആക്സസ് ടോക്കൺ, ഇൻസ്റ്റൻസ് ID എന്നുള്ള രണ്ട് സാധനങ്ങൾ കാണാൻ കഴിയുന്നുണ്ടാവും. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് എടുത്ത് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങളിവിടെ ലോഗിൻ ചെയ്തു ശേഷം ഇത് ജസ്റ്റ് ഇൻസ്റ്റൻസ് ID കോപ്പി ചെയ്ത് അതേപോലെ ആക്സസ് ടോക്കൺ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ട്രാപ്പ് അക്കൗണ്ടിൽ വാട്സപ്പ് അല്ലെങ്കിൽ നമ്മുടെ ഇൻവോയ്സോ അല്ലെങ്കിൽ റെസിപ്റ്റോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വാട്സപ്പായിട്ട് ഒരു പ്രൊഫഷണൽ വേയിലൂടെ നിങ്ങൾക്ക് അയച്ചു കൊടുക്കാൻ കഴിയും. അതിന് പ്രൊഫൈലിൽ പോവുക, അതും സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ബൾക്ക് മെസ്സേജിങ് ചെയ്യാൻ കഴിയും. ബൾക്ക് മെസ്സേജിങ് നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഏത് നമ്പറിൽ നിന്നാണ് നമുക്ക് മെസ്സേജ് അയക്കേണ്ടത്, ഇപ്പോൾ ഒന്നിൽ കൂടുതൽ നമ്പറാണ്, ഒന്നിൽ കൂടുതൽ നമ്പർ നമുക്ക് സെലക്ട് ചെയ്യാം. താഴെ നമുക്ക് ഏത് കോൺടാക്റ്റ് ഗ്രൂപ്പിലേക്കാണ് അയക്കേണ്ടത് അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് ടെംപ്ലേറ്റ്സ് എന്നാണ്, ടെംപ്ലേറ്റ്സ് എടുക്കാം. ഏതെങ്കിലും ഒരു ടെംപ്ലേറ്റ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ടെംപ്ലേറ്റ് ആണെങ്കിൽ ആ ടെംപ്ലേറ്റ് ചൂസ് ചെയ്യാം. അത് നമുക്ക് ഒരു 2 സെക്കൻഡ് ഗ്യാപ്പ് അല്ലെങ്കിൽ 10 സെക്കൻഡ് ഗ്യാപ്പ്, പ്രിഫറബിളി കുറച്ച് കൂടുതൽ ടൈം ഗ്യാപ്പ് കൊടുക്കുന്നതാണ് ബെറ്റർ. കാരണം നമ്പർ ബ്ലോക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ടൈം ഗ്യാപ്പ് നിർബന്ധമാണ്. ജസ്റ്റ് സെൻഡ് ചെയ്യാം. ക്യാമ്പയിൻ നെയിം എന്താ വെച്ചാൽ നമുക്ക് കൊടുക്കാം. സക്സസ്. ഇതിൻ്റെ റിപ്പോർട്ട് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ജസ്റ്റ് ഒരു 10 സെക്കൻഡ്സിൻ്റെ ഗ്യാപ്പ് പറഞ്ഞിട്ടുണ്ട്. ലെറ്റ് സി അതെങ്ങനെയാണ് എന്നുള്ളത് നമുക്കറിയാം. അതുപോലെ ഓട്ടോ റെസ്പോണ്ട് ചെയ്യുന്നൊരു സിസ്റ്റം ഉണ്ട്. നമുക്ക് ഏതെങ്കിലും വാട്സപ്പ് അക്കൗണ്ടിന് നമുക്ക് ഏതെങ്കിലും ഒരു റെസ്പോൺസ് നമുക്ക് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്ന ഫയൽ, ഇന്ന റിപ്ലൈ, ഇതൊക്കെ കൊടുക്കണമെങ്കിൽ അത് കൊടുക്കാൻ പറ്റും. അതുപോലെ ചാറ്റ് ബോട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. ടെംപ്ലേറ്റ്സ് നേരത്തെ പറഞ്ഞ പോലെ ടെംപ്ലേറ്റ്സ് നമുക്ക് ഏത് രീതിയിലുള്ള ടെംപ്ലേറ്റ്സ് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ നമുക്ക് കോൾ റെസ്പോണ്ടർ എന്നുള്ള സംഭവമുണ്ട്. നമുക്ക് എപ്പോഴും ഉണ്ടാകുന്നൊരു പ്രശ്നമാണ് ഈ വാട്സപ്പ് കോൾ നമുക്ക് ചില സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ജസ്റ്റ് നമുക്ക് റിപ്ലൈ കൊടുക്കാം. ഒരു വാട്സപ്പ് കോൾ വരുന്ന സമയത്ത് ഒരു 1 സെക്കൻഡ് അല്ലെങ്കിൽ 2 സെക്കൻഡ്സിൽ സോറി ഐ എം ബിസി, ഐ വിൽ കോൾ യു ബാക്ക് ആഫ്റ്റർ സം ടൈം എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് ഉണ്ടാക്കിയിട്ട് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവർക്ക് റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. അതേപോലെ ബോട്ട് ബിൽഡർ എന്നുള്ളൊരു ഫീച്ചർ ഉണ്ട്. ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് നമ്മുടെ ഒരു ബോട്ട് അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു AI മോഡൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഓരോ റെസ്പോൺസിനും ഓരോ രീതിയിൽ നമ്മൾ പല ഇതിലും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടാവും. ഓരോ കാര്യങ്ങൾ ഓരോ കമ്പനീൻ്റെയൊക്കെ ഏതെങ്കിലും ഒരു സംഭവത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മളത് യൂസ് ചെയ്യും. അവർക്ക് മെസ്സേജ് അയക്കുമ്പം ഇന്ന ഫീച്ചേഴ്സ്, അതായത് ടെക്സ്റ്റ്, അതിൻ്റെ ഓരോരോ കാര്യങ്ങൾ ആ രീതിയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ടെംപ്ലേറ്റ്സ് എടുക്കാൻ കഴിയും. നിങ്ങളുടെ സ്റ്റാർട്ട് ബട്ടൺ വന്നു. നെക്സ്റ്റ് അതെന്താ വെച്ച് കഴിഞ്ഞാൽ റെഫറൻ ആണെന്നുള്ള സാധനമാണ്. അപ്പോൾ ഓരോരോ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിങ്ങനെ അതിനെ കണക്ട് ചെയ്ത് നമുക്ക് സെറ്റ് ചെയ്യാൻ കഴിയും. ഇതാണ് ഈ ഒരു ചാറ്റ് ബോട്ടിൻ്റെ ബെനിഫിറ്റ്, ബോട്ട് ബിൽഡിൻ്റെ ബെനിഫിറ്റ്. ഓട്ടോമാറ്റിക്കലി നമുക്ക് റെസ്പോണ്ട് ചെയ്യും. നമ്മളില്ലാതെ തന്നെ നമ്മുടെ റിപ്ലൈസ് അത് ഓട്ടോമാറ്റിക്കലി കൊടുക്കും. ഇത്തരം ഫീച്ചേഴ്സ് ഇതിനകത്തുണ്ട്.
ഓക്കെ, ഇത്രയാണ് നമ്മുടെ മൈബോട്ട്. ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ഡെമോ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. താങ്ക് യു വെരി മച്ച് ഫോർ യുവർ വാല്യുബിൾ ടൈം.